നമ്മളിന്ന് ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിംഗ് സെൻറ്ററിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദേണ്ടടാ ഓണറും പപ്പിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പ് വരെ അവരുടെ കൂടെ പോയി. പിന്നെ 2 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ എത്തി. അപ്പോൾ എത്തുന്ന സമയത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കയറുന്ന വഴിക്ക് ഈ പിങ്ക് പൂവ് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അവിടെ ഒരു ലേക്ക് ഉണ്ട്, അതിൽ കുറേ അരയന്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ ഫുഡുകളൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടാട്ടോ കൊണ്ടുപോയത്. വേറൊന്നുമില്ല, പുറത്തുനിന്ന് കഴിക്കേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള സ്ഥലം തിരയുകയാണ്. അവസാനം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും നടത്തം തുടങ്ങി. ഇവിടെ എനിക്ക് നടത്തമാണ് പറ്റാത്തത്. അപ്പോൾ കാണുന്ന സെൻറ്ററിലൊക്കെ ജ്യൂസ് ഉണ്ടായിരിക്കും, ഞാനതങ്ങ് എടുത്ത് കുടിക്കും. പൈസ കൊടുത്തിട്ടാട്ടോ കുടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള എന്നാ പറയുക, ഇപ്പം നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഡ്രസ്സ്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, അതുപോലെ ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ അതേ ഇങ്ങനത്തെ കുറേ എന്നാ കീ ചെയിൻസ്, പിന്നെ ഈ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. നമ്മൾ ഈ ഹൗസ് വാമിങ്ങിനും പിന്നെ വെഡിങ് ആനിവേഴ്സറി, പിന്നെ മാരേജ്, റിസപ്ഷൻ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ വെള്ളി, ബ്രാസ്, അങ്ങനെ പല രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പം എനിക്കിതൊക്കെ കുറച്ച് നല്ല പ്രൈസായിട്ട് തോന്നിയിട്ടുണ്ട്. അഫോർഡബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുകയും ചെയ്തായിരുന്നേ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ മെഴുകുതിരിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ എന്നാ പറയുക, ഈ റോസ് പൂവൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഇതന്നെ ഞാൻ പറഞ്ഞത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായ സാധനം. നല്ല സ്മെല്ലാണേ. ഇവിടെ നമ്മൾ പോകുമ്പോൾ നല്ല ഇതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ആവും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ്, നിങ്ങൾ ക്ഷമിക്കണേ. എന്നാലും നിങ്ങൾ ഇട്ടേച്ച് പോവരുതേ, കാണണം കേട്ടോ. പിന്നെ ഇവിടെ കുറേ സ്റ്റാച്ചു ഉണ്ട്, ദൈവങ്ങളുടെ സ്റ്റാച്ചു ഉണ്ട്, എല്ലാം നല്ല. അതേപോലെ കുറേ നല്ല പെയിൻറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് വീഡിയോയിൽ പകർത്താനും. പക്ഷെ അങ്ങനെ നമുക്കിങ്ങനെ കുറേ നേരം നിന്ന് വീഡിയോയിൽ പകർത്താനും പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ഈ ഐറ്റംസ് തന്നെയാണ്, ഈ പറയുന്ന മെഴുകുതിരി ഐറ്റംസ്. ഗിഫ്റ്റ് പാക്കാണ് കേട്ടോ ഇത്. നമുക്ക് ഇതിന് വില അവർ 179 കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് എന്നാ പറയുക, നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ ഇഷ്ടമായെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കണം. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, കാണാൻ താല്പര്യമുണ്ടോ, അതൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കണേ. എന്നാലാണ് എനിക്ക് വീഡിയോ പകർത്തിയിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നത്തുള്ളൂ. നിങ്ങൾക്കും ഈ കാണുന്ന ആൾക്കും സന്തോഷം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. പിന്നെ ഈ പറയുന്ന കൂട്ടത്തിൽ കുറേ എന്നാ പറയുക, ഈ ആന സ്റ്റാച്യൂസ്, ഇപ്പം നിങ്ങൾ കാണുന്ന കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പകർത്തി. ഇത് കുറേ ഞാൻ വേർട്ടിക്കലായിട്ടും പിന്നെ ഹൊറിസോണ്ടലൊക്കെ ആയിട്ടാണ് പകർത്തിയത് കേട്ടോ. നമുക്ക് ഈ ഗോൾഡൊക്കെ ഇട്ട് വയ്ക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മോസ്റ്റ്ലി ഇതിൽ സിന്ദൂരാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത് കണ്ടിരിക്കുന്നത്. ഞാൻ ഇത് മേടിച്ച് ഗോൾഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ മറക്കരുതേ.